ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്, റിയാക്ട് ജെഎസ്. സോ വാട്ട് ഈസ് റിയാക്ട് ജെഎസ്? സോ റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഫ്രണ്ട് ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. ഓക്കെ, അപ്പോൾ റിയാക്ട് ജെഎസ് ആക്ച്വലി ഒരു ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്ക്, അത് ആക്ച്വലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്. റിയാക്ട് ജെഎസ് വളരെ സിമ്പിൾ ആണ്, പിന്നെ അത് ഫീച്ചർ റിച്ച് ആൻഡ് കോമ്പോണന്റ് ബേസ്ഡ് UI ലൈബ്രറിയും കൂടെയാണ്. പിന്നെ റിയാക്ട് ജെഎസിൽ നമുക്ക് ഒരു സ്മോൾ ആപ്ലിക്കേഷൻ തൊട്ട് ലാർജ് ആപ്ലിക്കേഷൻ, അതായത് വലിയൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസിൽ ഈ റിയാക്ട് ജെഎസ് വളരെ യൂസ്ഫുൾ ആണ്. വളരെ സിമ്പിൾ തന്നെയാണ്, ബട്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ്. പിന്നെ റിയാക്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ലാർജ് ആണ്, കാരണം അവര് നമുക്ക് റിയാക്ട് ലൈബ്രറി ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാർജ് സെറ്റ് ഓഫ് റെഡിമെയ്ഡ് കോമ്പോണൻസ്. ഓക്കെ, നമുക്ക് റെഡിമെയ്ഡ് കോമ്പോണൻസ് ഈ കമ്മ്യൂണിറ്റിക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടി. സോ അത് വളരെ നല്ലൊരു ബെനിഫിറ്റ് ആണ് റിയാക്ട് കമ്മ്യൂണിറ്റി. സോ വാട്ട് ഈസ് ദ നീഡ് ഫോർ റിയാക്ട് ജെഎസ്? എന്തിനാണ് നമുക്ക് റിയാക്ട് ജെഎസിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പോസിറ്റീവ് തിങ് എന്ന് പറഞ്ഞാൽ കോമ്പോണന്റ് ബേസ്ഡ് ആണ്. ആക്ച്വലി റിയാക്ട് ജെഎസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കോമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യും. സോ ആ കോമ്പോണന്റ് നമുക്ക് വേറെ കോമ്പോണന്റിൽ അത് റീയൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ റീയൂസ് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റർ ആയിരിക്കും, പെർഫോമൻസ് വളരെ ഫാസ്റ്റർ ആയിരിക്കും ആൻഡ് ബെറ്റർ ആയിരിക്കും. പിന്നെ റിയാക്ട് ജെഎസ് യൂസ് ചെയ്യുന്നത് വെർച്വൽ ഡോം ആണ്. പിന്നെ എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആണ്, ക്രിയേറ്റ്സ് ഡൈനാമിക് ആപ്ലിക്കേഷൻസ്. സോ ഡൈനാമിക് വെബ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കോഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോർ ഫങ്ഷണാലിറ്റി കിട്ടും. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് കിട്ടും. മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. റിയാക്ട് നേറ്റീവ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഫ്രെയിംവർക്ക് ആണ്. അത് ആക്ച്വലി യൂസ് ചെയ്യുന്നത് റിയാക്ട് തന്നെയാണ്. റിയാക്ട് നാറ്റീവ് ഈസ് യൂസ് ഫോർ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഡീബഗിങ് വളരെ സിമ്പിൾ ആണ്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ബഗ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹൗ ഡസ് റിയാക്ട് വർക്ക്? എങ്ങനെ നമുക്ക് റിയാക്ട് വർക്ക് ചെയ്യാവുന്നതാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് എ വെർച്വൽ ഡോം ആണ്. വെർച്വൽ ഡോം ഇൻ മെമ്മറി. ആക്ച്വലി ഈ വെർച്വൽ ഡോം എന്ന് പറയുന്നത് നമ്മൾ ബ്രൗസറിന്റെ ഡോം മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് പകരം റിയാക്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, റിയാക്ട് ഒരു വെർച്വൽ ഡോം ക്രിയേറ്റ് ചെയ്തിട്ട് അത് മെമ്മറിയിലോട്ട് സേവ് ചെയ്ത്, എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുള്ള ഏരിയയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നേരെ ബ്രൗസർ ഡോമിലേക്ക് പോകും. അതാണ് അതിന്റെ ഒരു വർക്കിംഗ് കണ്ടീഷൻ. പിന്നെ ഉള്ളത് റിയാക്ട് ഓൺലി ചേഞ്ചസ് വാട്ട് നീഡ്സ് ടു ബി ചേഞ്ച്. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചേഞ്ച് ചെയ്യുന്നതിന് മാത്രം റിയാക്ട് നോക്കിയാൽ മതി. ബാക്കി മൊത്തം ഏരിയ നോക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിയാക്ട് അത് നോക്കി അത് ചേഞ്ച് ചെയ്യും. ബാക്കി എല്ലാം അതുപോലെ ഇരിക്കും, പക്ഷെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അത് ചേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചേഞ്ച് ചെയ്താൽ കൂടുതൽ ഫാസ്റ്റർ പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ആപ്ലിക്കേഷൻസ്, റിയാക്ട് ജെഎസിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്നാണ് ഒന്നാമത്തെ പോപ്പുലർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആണ്. ആക്ച്വലി റിയാക്ട് ജെഎസ് ഡെവലപ്പ് ചെയ്തത് ഫേസ്ബുക്കാരാണ്. ഓക്കെ, സോ പിന്നെ അടുത്ത ഇൻസ്റ്റാഗ്രാം വളരെ പോപ്പുലർ ഷെയറിംഗ് ആപ്ലിക്കേഷൻ ആണ്. പിന്നെ ഉള്ള നെറ്റ്ഫ്ലിക്സും വളരെ പോപ്പുലർ സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ പറയുന്നത് നെറ്റ്ഫ്ലിക്സ് റിയാക്റ്റിലേക്ക് സ്വിച്ച് ചെയ്ത് 2015 കാരണം ഇതിന്റെ ഫാസ്റ്റർ പെർഫോമൻസ് ആയതുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത്. പിന്നെ കോഡ് അക്കാഡമി ഉണ്ട്, പിന്നെ റെഡിറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. സോ അങ്ങനെ പല പോപ്പുലർ വെബ്സൈറ്റ്സും യൂസ് ചെയ്യുന്നത് റിയാക്ട് ജെഎസ് ആണ്. സോ ആക്ച്വലി റിയാക്ട് ജെഎസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആംഗുലറും വ്യൂ ഫ്രണ്ട് ആൻഡ് ഫ്രെയിം വർക്കാണ്. ഇപ്പൊ ഇതിൽ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നത് റിയാക്ട് ജെഎസ് ആണ്. ഇപ്പൊ നിങ്ങളൊരു ഫ്രണ്ട് ആൻഡ് ഡെവലപ്പർ ആവാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ജോബ് പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ മിക്ക കമ്പനീസിലും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന റിയാക്ട് ജെഎസ് ആണ്. സോ റിയാക്ട് ജെഎസ് വളരെ പോപ്പുലർ ഉള്ള ഫ്രെയിംവർക്ക് ആണ്. സോ റിയാക്ട് ജെഎസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം: HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. സോ ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ES6 ആയിരിക്കണം, എക്മാസ്ക്രിപ്റ്റ് 6. അത് അറിഞ്ഞിരിക്കണം. ഈ എക്മാസ്ക്രിപ്റ്റ് 6 എന്ന് പറഞ്ഞാൽ ഈ ആരോ ഫംഗ്ഷൻസ്, നമ്മൾ കൂടുതൽ ആരോ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യും. അങ്ങനെ പല ഫീച്ചേഴ്സ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റ്. സോ ES6 ഉള്ള ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം, HTML ആൻഡ് CSS. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഇതിനെ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ റിയാക്ട് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.